ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ അമേരിക്കയോടക്കം അങ്ങേയറ്റം വരിഞ്ഞു മുറുക്കിയ വർഷങ്ങൾ നീണ്ട പ്രതിരോധത്തിലും അത്ര കണ്ട് ബാധിക്കാത്ത രാജ്യമാണ്. സൈനികമായി, രാഷ്ട്രീയമായി ലോകത്തിൻ്റെ ശാക്തിക ചേരികളിൽ എന്ന് പറഞ്ഞാൽ വോക്കലായി നിൽക്കുന്ന ഒരു രാഷ്ട്രമാണല്ലോ. അത് ഈ പറയുന്ന രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ ഇറാൻ എന്ന് പറയുന്ന ഉപരോധങ്ങളാൽ വലിഞ്ഞു മുറുക്കിയ രാജ്യം അതിൻ്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ആണവ സമ്പുഷ്ടീകരണം എന്താണ്, വെപ്പൺസ് ഗ്രേഡ് യുറേനിയം എന്ന നിർണായക മൈൽ സ്റ്റോണിലേക്ക് എത്താൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ കരുത്ത് ചോർത്തിക്കളയണം എന്നാഗ്രഹിക്കുന്ന ശത്രു രാജ്യങ്ങൾക്ക് ഈ അപകടത്തിൽ പങ്കില്ല എന്ന് റൂൾ ഔട്ട് ചെയ്യാനായോ ഡോക്ടർ മോഹൻ വർഗീസ്? ഹാഷ്മി, ഇറാനെ സംബന്ധിച്ചിടത്തോളം മധ്യ പൗരസ്ത്യ പ്രദേശത്തെ ശാസ്ത്രീയ സമവാക്യങ്ങളിൽ ഒരു പ്രധാന സ്ഥാനമുണ്ട് ഇറാനെ മാറ്റി നിർത്തിക്കൊണ്ട് പശ്ചിമേഷ്യയുടെ സമവാക്യങ്ങളാകട്ടെ മധ്യേഷ്യയിലെ സമവാക്യങ്ങളാകട്ടെ നമുക്ക് ചർച്ച ചെയ്യാനാവില്ല. അതുകൊണ്ട് അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിലും മധ്യേഷ്യയുടെയും പശ്ചിമേഷ്യയുടെയും മൊത്തമായ ഒരു സമഗ്രമായ സുരക്ഷാ സ്കീമിൽ വളരെ വലിയൊരു സ്ഥാനമാണ് ഇറാൻ എന്ന രാജ്യം വഹിക്കുന്നത്. ഇവിടെ നോക്കൂ ശ്രീ ഹാഷ്മി, ഇറാനും സൗദിയും തമ്മിൽ എക്കാലത്തും മൂപ്പിളമ തർക്കമുണ്ടായിരുന്നു ഇസ്ലാമിക ലോകത്ത്. ഒരു കണക്കിൽ പറഞ്ഞാൽ ഇറാൻ എന്ന ഷിയ രാജ്യവും സൗദി അറേബ്യ എന്ന സുന്നി ഭൂരിപക്ഷ രാജ്യവും തമ്മിൽ ഈ അറബി മധ്യ പൗരസ്ത്യ പ്രദേശത്ത് ഒരു വലിയ ചക്കളത്തി പോരാട്ടം നടക്കുകയായിരുന്നു. അത് ഏതാണ്ട് ശാന്തമായ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്ന ഒരു സമയത്താണ് പ്രത്യേകിച്ചും ചൈനയുടെ കൂടി പ്രത്യേക താല്പര്യപ്രകാരം സൗദി അറേബ്യയും ഇറാനും ഒരിക്കലും ഒരുമിച്ച് വരില്ല എന്ന് കരുതിയ ഈ രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് വരുന്ന സംസാരിക്കുന്ന ഒരു ടേംസിലായി പരസ്പരം സൗഹൃദ സന്ദർശനങ്ങളുമായി. ഇത് അമേരിക്കയെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് വരുന്നത്. രണ്ട്, അസർബൈജാൻ എന്ന രാജ്യം, ഇപ്പോൾ ഇദ്ദേഹം യാത്ര പുറപ്പെട്ടത് ഇബ്രാഹിം റൈസി ഒരു അണക്കെട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷമാണല്ലോ, തിരിച്ചുള്ള യാത്രയിലാണല്ലോ അപകടത്തിൽപ്പെടുന്നത്. അത് അസർബൈജാനും പണ്ടത്തെ സോവിയറ്റ് റിപ്പബ്ലിക് ആയിരുന്ന ഒരു അസർബൈജാൻ, 15 റിപ്പബ്ലിക്കുകൾ ഉണ്ടായിരുന്ന അതിൽ ഉണ്ടായിരുന്ന മധ്യേഷ്യയിലെ അല്ലെങ്കിൽ യൂറോപ്പുമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു റിപ്പബ്ലിക്കാണല്ലോ അസർബൈജാൻ. ഈ അസർബൈജാന്റെ നേതാവ് അലിയേവ് അദ്ദേഹവും ഇബ്രാഹിം റൈസിയും ഒരുമിച്ചാണ് ഈ ഡാമിന്റെ ഉദ്ഘാടനം. അസർബൈജാനുമായി ഏറെക്കാലമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇറാന്. അതിനുള്ള പ്രധാന കാരണം അസർബൈജാനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ ആജീവാനന്ദ ശത്രുവായ ഇസ്രയേലാണ്. അപ്പം ഇസ്രയേലും അസർബൈജാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന ബന്ധം ഇറാന് അലോസരപ്പെടുത്തിയിരുന്നത് മാത്രമല്ല, കഴിഞ്ഞ വർഷം അസർബൈജാനിലെ ഇറാൻ എംബസിയിൽ നടന്ന ഒരു സ്ഫോടനവും ആക്രമണവും 4 പേരെ പുറത്താക്കുന്ന സംഭവമൊക്കെയായി വളരെ വലിയൊരു അകൽച്ചയിലായിരുന്നു. പക്ഷേ 2023 ഒക്ടോബറിൽ ആ അകൽച്ച ഒരു പരിധിവരെ പരിഹരിക്കുകയും അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ്, ഒരു റാപ്രോഷമയുടെ ഭാഗമായിട്ടാണ് ഇറാൻ പ്രസിഡന്റ് അസർബൈജാൻ അതിർത്തി സന്ദർശിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇസ്രയേലിൻ്റെ ഒരു കരം ഇവിടെ ഉണ്ടോ എന്ന സംശയം ഉയരുന്നത് അസർബൈജാനിൽ നിന്നും പുറപ്പെട്ട 3 ഹെലികോപ്റ്ററുകളിൽ ഒരു ഹെലികോപ്റ്റർ മാത്രം തകരുകയും അത് പ്രധാനപ്പെട്ട ആളുകളെ വഹിച്ച ഹെലികോപ്റ്ററാണ്. അതിൽ 4 പേര് വളരെ പരമോന്നത സ്ഥാനമുള്ളയാളാണ്, ഇറാനിയൻ പ്രസിഡന്റ്, അതുപോലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി, ഇറാന്റെ ആ പ്രവിശ്യയിലെ കിഴക്കൻ അസർബൈജാൻ സംസ്ഥാനത്തിന്റെ ആ പ്രവിശ്യയുടെ ഗവർണർ, അതുപോലെ തന്നെ പാർലമെന്റ് സ്പീക്കർ, ഇവരെല്ലാം അടങ്ങുന്ന ഒരു സംഘം, 9 പേരടങ്ങുന്ന സംഘം സഞ്ചരിച്ച ആ വിമാനം മാത്രം, ആ ഹെലികോപ്റ്റർ മാത്രം അപകടത്തിൽപ്പെടുകയും മോശപ്പെട്ട കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് മറ്റ് 2 ഹെലികോപ്റ്ററുകൾ ലാൻഡ് ചെയ്യുകയും സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയും ചെയ്തത് ഒരുപാട് പുരികങ്ങൾ ചുളിയുന്നൊരു കാര്യമാണ്. ഇവിടെയാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒരു പദ്ധതി ഇതിനകത്തുണ്ടോ. ഒരു വിശാല അർത്ഥത്തിൽ നോക്കിയാൽ ഇറാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അറബി ലോകത്തെ അറബി രാജ്യമല്ല ഇറാൻ, പക്ഷേ നോൺ അറബ്, പക്ഷേ മുസ്ലിം രാജ്യമാണ്. വളരെ വലിയ സ്വാധീനമാണ് ആ മേഖലയിൽ. റഷ്യയുമായി ചേർന്നുകൊണ്ടും ചൈനയുമായി ചേർന്നുകൊണ്ടും ഇറാൻ വളരെയധികം അമേരിക്കയ്ക്കും ഇസ്രയേലിനും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഓർക്കുക, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഉക്രൈൻ യുദ്ധത്തിൽ, ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ ഡ്രോണുകൾ നൽകിയും മറ്റും സഹായിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യം കൂടിയാണ് ഇറാൻ. പക്ഷേ ഇറാന്റെ വ്യോമസേനയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അത്ര ശക്തമാണെന്ന് പറയാനാവില്ല. അത് നിരന്തരമായ ഉപരോധം കാരണം ആണവ സാങ്കേതിക വിദ്യ ഇറാൻ ആർജിക്കുന്നു എന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് അമേരിക്കയും
പാശ്ചാത്യ ലോകവുമെല്ലാം ഇറാനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചത്. ഉപരോധം ഏറെ നീണ്ടപ്പോൾ സ്വാഭാവികമായും മിലിറ്ററി എക്യുപ്മെന്റ്സ് പുനഃസൃഷ്ടിക്കപ്പെടേണ്ട മിലിറ്ററി എക്യുപ്മെന്റ്സ് ലഭിക്കാതെയായി. അതുകൊണ്ട് തന്നെ ഇറാന്റെ കൈവശമുള്ള വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും എല്ലാം തന്നെ അറ്റകുറ്റപ്പണികൾ നീണ്ടുപോയി. അതൊരു വലിയ കാരണമാണ്. അത് മാത്രമല്ല, ഇറാൻ വളർന്നുകൊണ്ട്, ഞാൻ പറഞ്ഞു വരുന്നത്, ഇറാൻ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യം എന്ന നിലയിൽ എങ്ങനെയെങ്കിലും ഇറാന്റെ വളർച്ചയെ അറസ്റ്റ് ചെയ്യണം എന്നത് പാശ്ചാത്യ ലോകത്തിന്റെയും ഇസ്രയേലിന്റെയും കമ്പൈൻഡ് താല്പര്യമാണ്. എങ്കിൽ മാത്രമേ ആ സമവാക്യങ്ങൾ ശരിയാകൂ. ആ താല്പര്യങ്ങൾ ഇതിലുണ്ടോ എന്നുള്ളത് അന്വേഷണം വ്യക്തമാകേണ്ടതാണ്. വരട്ടെ, ഞാൻ എത്താം.